ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും UPSC മെന്റർ മലയാളത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ CDSന്റെ GK ക്ലാസ് കണ്ടിന്യൂ തന്നെയാണ് ചെയ്യുന്നത്. അതിലെ മെയിലെ ഇമ്പോർട്ടൻറ്റ് ഡേയ്സ്, അതായത് ഇമ്പോർട്ടൻറ്റ് ഡേയ്സസ് ഏതാണ്, നമ്മുടെ മെയ് മാസത്തിലെ ഇമ്പോർട്ടൻറ്റ് ഡേയ്സസ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇന്നത്തെ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ വീഡിയോ എല്ലാവരും കാണുക, അതുപോലെ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഫർദർ നോട്ടിഫിക്കേഷൻസിനായിട്ട് ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഫസ്റ്റ് മെയ് എന്ന് പറയുന്നത് എന്താണ്? ഫസ്റ്റ് മെയ് എന്ന് പറയുന്നത് ഇന്റർനാഷണൽ ലേബർ ഡേ ആണ്. സെക്കൻഡ് മെയ് എന്താണ്? ഇന്റർനാഷണൽ ആസ്ട്രോണമി ഡേ. ഇതൊക്കെ എന്ത് ചെയ്യുക, കാണാതെ പഠിച്ചു വെക്കുക. എല്ലാ മാസവും എന്ത് ചെയ്യുക, ഇമ്പോർട്ടൻറ്റ് ഡേയ്സ് കാണാണ്ട് പഠിച്ചു വെക്കുക. പിന്നെ ഫോർത്ത് മെയ് എന്ന് പറയുന്നത് വേൾഡ് ആസ്മ ഡേ ആണ്. സെവൻത് മെയ് എന്താണ്? വേൾഡ് അത്ലറ്റിക്സ് ഡേ. ഓർത്തു വെക്കുക. ഫസ്റ്റ് മെയ് ഇന്റർനാഷണൽ ലേബർ ഡേ, സെക്കൻഡ് മെയ് ഇന്റർനാഷണൽ ആസ്ട്രോണമി ഡേ, ഫോർത്ത് മെയ് വേൾഡ് ആസ്മ ഡേ ആൻഡ് സെവൻത് മെയ് വേൾഡ് അത്ലറ്റിക്സ് ഡേ. ഓക്കെ, ഇനി അടുത്തതാണ് 8th മെയ് വേൾഡ് റെഡ് ക്രോസ് ഡേ ആണ്. അതുപോലെ തന്നെ എന്താണ്? വേൾഡ് മൈഗ്രേറ്ററി ബേർഡ് ഡേ ആണ്. ഓർത്തു വെക്കുക. 10th മെയ് എന്ന് പറയുന്നത് വേൾഡ് മദേഴ്സ് ഡേ ആണ്. 11th മെയ് നാഷണൽ ടെക്നോളജി ഡേ ആണ്. 12th മെയ് എന്ന് പറയുന്നത് ഇന്റർനാഷണൽ നഴ്സസ് ഡേ ആണ്. 11th മെയ് ഒന്ന് ഓർത്തു വെക്കണം, നാഷണൽ ടെക്നോളജി ഡേ ആണ്. എവിടെ? ഇന്ത്യയിലെ. ഓക്കെ, ഫസ്റ്റ് മെയ് എന്ന് പറയുന്നത് ഇന്റർനാഷണൽ ലേബർ ഡേ, സെക്കൻഡ് മെയ് ഇന്റർനാഷണൽ ആസ്ട്രോണമി ഡേ, 4th മെയ് വേൾഡ് ആസ്മ ഡേ, 7th മെയ് വേൾഡ് അത്ലറ്റിക്സ് ഡേ, 8th മെയ് വേൾഡ് റെഡ് ക്രോസ് വേൾഡ് മൈഗ്രേറ്ററി ബേർഡ് ഡേ, 10th മെയ് വേൾഡ് മദേഴ്സ് ഡേ, 11th മെയ് നാഷണൽ ടെക്നോളജി ഡേ ഇൻ ഇന്ത്യ, 12th മെയ് ഇന്റർനാഷണൽ നഴ്സസ് ഡേ ആണ്. ഇത്രയും കാര്യങ്ങൾ ഓർത്തു വെക്കുക. പിന്നെ 16th മെയ് എന്ന് പറയുന്നത് ഡെങ്കു പ്രിവെൻഷൻ ഡേ ആണ്. എവിടെ? ഇന്ത്യയിലെ. പിന്നെ ഇതിന്റെയൊക്കെ നോട്ട്സ് വേണമെന്നുള്ളവര്, CDSന്റെ ഏത് സബ്ജക്ട്സിന്റെ ആയിക്കോട്ടെ, നോട്ട്സ് വേണമെന്നുള്ളവര് എനിക്ക് മെസ്സേജ് ചെയ്യുക. പെയ്ഡ് നോട്ട്സ് ആണ്, പക്ഷെ വളരെ അഫോർഡബിൾ ആയിട്ട് റേറ്റിലാണ് കൊടുക്കുന്നത്. ഇനി 2026 CDSന് എക്സാം, 2025 CDS 2 ആണ് എഴുതുന്നതെങ്കിൽ കൂടി നോട്ട്സ് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, എന്നെ കോൺടാക്ട് ചെയ്യുക. ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ സബ്ജക്റ്റിന്റെ നോട്ട് മാത്രം മതി എന്നുണ്ടെങ്കിൽ അങ്ങനെയും നോട്ട്സ് കൊടുക്കുന്നതാണ്. വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഞാൻ എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, എന്നെ കോൺടാക്ട് ചെയ്യട്ടോ. ഓക്കെ, ഇനി 16th മെയ് എന്താ നമ്മൾ പറഞ്ഞു, ഡെങ്കു പ്രിവെൻഷൻ ഡേ ആണ്. എവിടെ? ഇന്ത്യയില്. ഇനി 17th മെയ് എന്ന് പറയുന്നത് വേൾഡ് ടെലികമ്മ്യൂണിക്കേഷൻ ഡേ ആണ്. അതുപോലെ തന്നെ എന്താണ്? വേൾഡ് ഇൻഫോർമേഷൻ സൊസൈറ്റി ഡേയും കൂടെയാണ് എന്ത് 17th മെയ് എന്ന് പറയുന്നത്. പിന്നെ 20th മെയ് എന്ന് പറയുന്നത് വേൾഡ് മെട്രോളജി ഡേ ആണ്. അതുപോലെ വേൾഡ് ബി ഡേ ആണ്. ഈ ബി ഡേ എന്നുള്ളതൊന്നും പഠിച്ചു വെക്കണമെന്ന് വലിയ കാര്യമില്ല, അത് അത്ര ഇമ്പോർട്ടന്റ് അല്ല. പക്ഷെ എന്ത് ചെയ്യണം, വേൾഡ് മെട്രോളജി ഡേ എന്നുള്ള കാര്യം ഓർത്തു വെക്കുക. 20th മെയ് എന്താണ്? വേൾഡ് മെട്രോളജി ഡേ ആണ്. നമ്മൾ പിന്നെ നോട്ട്സ് കൊടുക്കുമ്പോൾ എല്ലാം കൊടുക്കണം, അതുകൊണ്ടാണ് ഇതും കൂടെ ഇതിൽ ആഡ് ആക്കിയിരിക്കുന്നത്. ഇനി 21st മെയ് എന്ന് പറയുന്നത് എന്താണ്? വേൾഡ് ഡേ ഫോർ കൾച്ചറൽ ഡൈവേഴ്സിറ്റി ഫോർ ഡയലോഗ് ആൻഡ് ഡെവലപ്മെന്റ്. അതുപോലെ തന്നെ എന്താണ്? ആന്റി ടെററിസം ഡേ. മറന്നു പോകരുത്. 21st മെയ് എന്ന് പറയുന്നത് എന്താണ്? ആന്റി ടെററിസം ഡേ ആണ്. ഇനി 22nd മെയ് എന്ന് പറയുന്നത് ഇന്റർനാഷണൽ ഡേ ഫോർ ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി. ഓർത്തു വെക്കുക. 22nd മെയ് എന്താണ്? ഇന്റർനാഷണൽ ഡേ ഫോർ ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി. ഇനി 23rd മെയ് എന്താണ്? വേൾഡ് ടർട്ടിൽ ഡേ ആണ്. പിന്നെ 24th മെയ് എന്ന് പറയുന്നത് എന്താണ്? കോമൺവെൽത്ത് ഡേ ആണ്. ഓർത്തു വെക്കണേ. 24th മെയ് എന്താണ്? കോമൺവെൽത്ത് ഡേ. ഇനി 28th മെയ് എന്താണ്? ഇന്റർനാഷണൽ ഡേ ഓഫ് ആക്ഷൻ ഫോർ വുമൻസ് ഹെൽത്ത്. 28th മെയ് എന്താണ്? ഇന്റർനാഷണൽ ഡേ ഫോർ ആക്ഷൻ ഫോർ വുമൻസ് ഹെൽത്ത്. പിന്നെന്താണ്? 31st മെയ് എന്താണ്? വേൾഡ് ആന്റി ടുബാക്കോ ഡേ. ഓർത്തു വെക്കുക. 31st മെയ് എന്താണ്? വേൾഡ് ആന്റി ടുബാക്കോ ഡേ. പിന്നെ 29th മെയ് എന്താണ്? ഇന്റർനാഷണൽ ഡേ ഓഫ് യുണൈറ്റഡ് നേഷൻസ് പീസ് കീപ്പേഴ്സ്. പിന്നെ അതുപോലെ എന്താണ്? ഇന്റർനാഷണൽ മൗണ്ട് എവറസ്റ്റ് ഡേയും കൂടെയാണ് അന്ന്. ഇത്രയും കാര്യങ്ങൾ ഓർത്തു വെക്കുക.